സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024 LGS പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അടുത്ത പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ ആണ്. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് 90.23 മീറ്റർ ആണ്. 90.23 മീറ്റർ. 2025 മെയില് ദോഹ ഡയമണ്ട് ലീഗിൽ 90.23 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര റെക്കോർഡ് നേടിയത്. 90.23 മീറ്റർ. ദോഹ ഡയമണ്ട് ലീഗ്. നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന സംസ്ഥാനക്കാരനാണ് നീരജ് ചോപ്ര. ഹരിയാന സംസ്ഥാനക്കാരനാണ് നീരജ് ചോപ്ര. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നീരജ് ചോപ്രയാണ്. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? നീരജ് ചോപ്രയാണ്. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നീരജ് ചോപ്രയാണ്. അപ്പൊ നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ജാവലിൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് റെക്കോർഡ് 90.23 മീറ്റർ ദൂരമാണ്. അത് ദോഹ ഡയമണ്ട് ലീഗിലാണ് റെക്കോർഡ് നേടിയത്. നീരജ് ചോപ്ര ഹരിയാന സംസ്ഥാനക്കാരനാണ്. ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? നീരജ് ചോപ്രയാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ്. നിതിൻ മധുക്കർ ജാംദാർ ആണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം 1956. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോഴാണ് കേരള ഹൈക്കോടതിയും രൂപീകൃതമായത്. കേരള ഹൈക്കോടതി രൂപീകൃതമായത് 1956 നവംബർ 1 കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? KT കോശിയാണ്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. അപ്പം കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുക്കർ ജാംദാർ ആണ്. ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. സ്ഥാപിതമായത് 1956 നവംബർ 1 ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. അടുത്ത ചോദ്യം, എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് എവിടെയാണ്? മദ്രാസിലാണ്. ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ച വർഷം 1916. 1916 മദ്രാസിലാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നത് ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങൾ ആണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ. ഇപ്പൊ ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ്. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? മദ്രാസില് 1916. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങളായിരുന്നു ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഗദ്ദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഗദ്ദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാൽ. ഗദ്ദർ പാർട്ടി ആരംഭിച്ച സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമേരിക്കയിലാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി ആരംഭിച്ചത്. ഗദ്ദർ പാർട്ടിയുടെ പ്രധാന ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയിലെ ഹിന്ദുസ്ഥാൻ ഗദ്ദർ ഹാൾ ആയിരുന്നു. ഗദ്ദർ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പത്രവും അറിയപ്പെട്ടിരുന്നത് ഗദ്ദർ എന്ന് തന്നെ ആയിരുന്നു. ഇത് ഉറുദു, പഞ്ചാബി, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗദ്ദർ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇന്ത്യയുടെ സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം. ഗദ്ദർ പാർട്ടി സായുധ വിപ്ലവത്തില് ഊന്നിയ പാർട്ടിയായിരുന്നു ഗദ്ദർ പാർട്ടി. 1913 തുടങ്ങിയ ഗദ്ദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് എവിടെയാണ്? അമേരിക്കയിലാണ്. 1913 ആണ്. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? മറാത്തയാണ് ബാലഗംഗാധർ തിലകിന്റെ ജേണൽ. ബാലഗംഗാധർ തിലകിന്റെ മറ്റൊരു ജേണലാണ് കേസരി. ബാലഗംഗാധർ തിലകിന്റെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് കേസരി. മറാത്ത ഏത് ഭാഷയിലെ പ്രസിദ്ധീകരണമായിരുന്നു? മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധീകരണമായിരുന്നു. കേസരി മറാത്ത ഭാഷയിലെ പ്രസിദ്ധീകരണമാണ്. അപ്പൊ ബാലഗംഗാധര തിലകിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് മറാത്ത, കേസരി എന്നിവ. മറാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്, കേസരി മറാത്ത ലാംഗ്വേജിലാണ്. ഇനി ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെ പ്രസിദ്ധീകരണമാണ്? ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണമാണ്. ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. യങ് ഇന്ത്യ ആരുടേതാണ്? യങ് ഇന്ത്യയും ഗാന്ധിജിയുടേതാണ്. യങ് ഇന്ത്യ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ജേണലാണ്. യങ് ഇന്ത്യ ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. യങ് ഇന്ത്യ ഇംഗ്ലീഷാണ്. ഇന്ത്യൻ മിറർ ആരുടേതാണ്? ഇന്ത്യൻ മിറർ ആരംഭിച്ചത് ആരെല്ലാം ചേർന്നാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ, മൻമോഹൻ ഘോഷ്. ദേവേന്ദ്രനാഥ് ടാഗോർ, മൻമോഹൻ ഘോഷ് എന്നിവർ ചേർന്ന് ആരംഭിച്ചതാണ് ഇന്ത്യൻ മിറർ. ദേവേന്ദ്രനാഥ് ടാഗോർ, മൻമോഹൻ ഘോഷ് എന്നിവർ ചേർന്ന് ആരംഭിച്ചതാണ് ഇന്ത്യൻ മിറർ. അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആര്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ വെച്ചാണ്? ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 3 വട്ടമേശ സമ്മേളനം. ആദ്യത്തേത് നടന്നത് 1930. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത് 1932.
അപ്പോൾ 30, 31, 32 എന്നീ വർഷങ്ങളിലായിട്ടാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതായിരുന്നു. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തില് ഇന്റർനാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ബഹിഷ്കരിക്കുകയുണ്ടായി. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലും ഇന്റർനാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇനി ഇതിലെ ചർച്ചകളുടെ ഫലമായിട്ട് പിന്നീട് നിലവിൽ വന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങളിൽ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ആര് എന്ന് ചോദിക്കാം. ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. വട്ടമേശ സമ്മേളനങ്ങളിൽ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ്. അതുപോലെ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 3 വട്ടമേശ സമ്മേളനങ്ങളും നടന്നത് എന്ന് ചോദിച്ചാലും റാംസേ മക്ഡൊണാൾഡ് ആണ്. ഇനി ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? ഇന്ത്യക്കുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് കമ്മ്യൂണൽ അവാർഡ് ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പൊ പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ ചേർന്നാണ്? ഗാന്ധിജിയും അംബേദ്കറുമാണ് പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഏത് വർഷമാണ്? 1932 1932 ഗാന്ധിജിയും അംബേദ്കറുമാണ് പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പൊ രണ്ടാമത്തെ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡിനെ തുടർന്നാണ് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ചത് 1932. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് പകരം സംവരണ സീറ്റുകൾ അനുവദിച്ചു. സംവരണ സീറ്റുകൾ അനുവദിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നത്. ലോർഡ് ലിൻലിത്ഗോ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി. പാസാക്കിയത് എന്നാണ് 1942 ഓഗസ്റ്റ് എത്രാം തീയതിയാണ്? ഓഗസ്റ്റ് 8 തീയതിയാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. 1942 ഓഗസ്റ്റ് 8. എവിടെ വെച്ചു ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ മറ്ററിയപ്പെടുന്ന ശ്രദ്ധേയമായ 2 പേരുകളാണ് ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ഏത് സമരമാണ് എന്ന് ചോദിക്കാം. ഏതാണ്?
ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അതുപോലെ ഭാരത് ചോഡോ ആന്തോളൻ, ഭാരത് ചോഡോ ആന്തോളൻ എന്നറിയപ്പെട്ടത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഭാരത് ചോഡോ ആന്തോളൻ എന്നും അറിയപ്പെട്ടത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നും ഭാരത് ചോഡോ ആന്തോളൻ എന്നും. ഗാന്ധിജിയെ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ തുടർന്ന് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയാണ്? പുനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ്. പുനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ തടവിലാക്കിയത്. നെഹ്റുവിനെ തടവിലാക്കിയത് ബോംബെയിലെ അഹമ്മദ് നഗർ ഫോർട്ടിലാണ് നെഹ്റുവിനെ തടവിലാക്കിയത്. അപ്പൊ ഗാന്ധിജിയെ തടവിലാക്കിയത് പുനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലും നെഹ്റുവിനെ തടവിലാക്കിയത് അഹമ്മദ് നഗർ ഫോർട്ട് ബോംബെ പ്രസിഡൻസിയിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നതോ ജയപ്രകാശ് നാരായൺ ആണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ഇനി ഗോവാലിയ ടാങ്ക് മൈതാനത്ത് പതാക ഉയർത്തിയ വനിത ആര് എന്ന് ചോദിക്കാം. ഗോവാലിയ ടാങ്ക് മൈതാനത്ത് പതാക ഉയർത്തിയത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. ഗോവാലിയ ടാങ്ക് മൈതാനത്ത് പതാക ഉയർത്തിയ വനിത അരുണ ആസഫ് അലി. സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷന് നേതൃത്വം നൽകിയത്, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷന് നേതൃത്വം നൽകിയത് ഉഷ മേത്തയാണ്. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വെടിയേറ്റ് കൊല്ലപ്പെട്ട വനിത ആര്? കൊല്ലപ്പെട്ട വനിതയാണ് മാതംഗിനി ഹസ്ര. കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് എന്ത്? കീഴരിയൂർ. കേരളത്തിൽ നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ്. ഇത്രയുമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി 1942 ഓഗസ്റ്റ് 8 ഏത് സമ്മേളനത്തിലാണ്? ബോംബെ സമ്മേളനത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നതും ഭാരത് ചോഡോ ആന്തോളൻ എന്നതും. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയാണ്? പൂനെയിലെ അഗാഖാൻ പാലസിലാണ്. നെഹ്റുവിനെ തടവിലാക്കിയത് എവിടെയാണ്? അഹമ്മദ് നഗർ ഫോർട്ട്, ബോംബെയിലെ അഹമ്മദ് നഗർ ഫോർട്ടിലാണ്. അതുപോലെ
ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം ഏത് എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഗോവാളിയ ടാങ്ക് മൈതാനത്ത് പതാക ഉയർത്തിയ വനിത ആരെന്ന് ചോദിച്ചാൽ ആസഫ് അലിയാണ്. സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷന് നേതൃത്വം നൽകിയത് ഉഷ മേത്തയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വെടിയേറ്റ് കൊല്ലപ്പെട്ട വനിതയാണ് മാതങ്കിനി ഹസ്ര. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്. കേരള PSC രൂപീകൃതമായ വർഷം. കേരള PSC രൂപീകൃതമായത് 1956. കേരള PSC രൂപീകൃതമായത് 1956. PSC മെമ്പർമാരെ നിയമിക്കുന്നതാരാണ്? നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. PSC മെമ്പർമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. PSC അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. PSC മെമ്പേഴ്സിനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് PSC ചെയർമാന്റെയും അല്ലെങ്കിൽ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും അവരുടെ വിരമിക്കൽ പ്രായം. PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. PSC മെമ്പറെ നിയമിക്കുന്നതാരാണ്? സംസ്ഥാന ഗവർണറാണ്. കേരള PSC രൂപീകൃതമായത് 1956. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. UPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നുമാണ് കടമെടുത്തത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയൻ. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നുമാണ് അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഏകപൗരത്വം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. ഫ്രാൻസ്. മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ, അവകാശങ്ങൾ അമേരിക്ക, ഏകപൗരത്വം ബ്രിട്ടൻ, റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സാണ്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള പ്രായം 30 വയസ്സാണ്. ലോകസഭ അംഗമാകുന്നതിനുള്ള പ്രായം 25 വയസ്സാണ്. സഭാംഗമാകുന്നതിനുള്ള പ്രായം 25 വയസ്സാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ സ്ഥിരം സഭയാണ്.